ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. இனி இந்த மாதிரி சான்ஸ் வராது. அம்மா நீங்க கண்டிப்பா போனம்மா. நித்தியம் எடுத்து பண்ணிதெல்லாம் கோடதி முன்னாடியே சொல்லணும். அந்த கொலைகாரனை വെറുതെ വിടக்கூடாதம்மா. ഭക്ഷണം ഇഷ്ടായോ? ഇഷ്ടമായി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇതിലപ്പുറം എന്താ വേണ്ടെന്ന് ചോദിച്ചാൽ മതി. പിന്നെ ഈ വീട്ടിൽ നിന്ന് വച്ചുകൊണ്ട് വരുന്ന ഏർപ്പാടുണ്ടല്ലോ, അതൊരു ശീലമാക്കണ്ട. എന്തുപറ്റി? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ശീലമാക്കണ്ടെന്ന് പറഞ്ഞത് എന്നോട് തന്നെയാ. പിന്നെ കുഴപ്പമൊന്നെന്നറിയോ, ഈ നാവ് ഈ രുചിയും കാത്തിരിക്കും. പിന്നെ ഈ ചുറ്റുപാടുള്ള കർഷകരെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. എല്ലാവരും വീണ് കിടക്കുകയാണ്. നിന്റെ ഉത്സാഹത്തിൽ എല്ലാവരെയും കൈപിടിച്ച് കയറ്റാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം. അതിനെന്താ, ഈ കൃഷി ഒറ്റയ്ക്കൊരാൾക്ക് ചെയ്ത് വിജയിപ്പിക്കാവുന്ന ഒന്നല്ലല്ലോ. അതിനൊരു കൂട്ടായ പരിശ്രമം വേണം. ഞാൻ നോക്കിയിട്ട് ഇവിടെയുള്ള കൃഷിയിടങ്ങളിൽ ഒരു 90% തരിശായിട്ട് കിടക്കുക. നമുക്ക് എല്ലാവർക്കും കൂടെ ഉത്സാഹിച്ച നമുക്ക് എല്ലാ മണ്ണിലും പൊന്നു വിളയിക്കാം. ചിലപ്പോ തന്റെ ഈ വരവും ഞാൻ കാണിക്കുന്ന ഈ ആവേശമൊക്കെ ഈ നാടിന് തന്നെ പുതിയൊരു ചരിത്രം ഉണ്ടാക്കും. പിന്നെ അധ്വാനിക്കാൻ ഒട്ടും മടിയില്ലാത്ത ഒത്തിരി പേരുണ്ട് ഇവിടെ. ആവശ്യത്തിന് ഭൂമിയും ഉണ്ട് ഇവിടെ. പിന്നെന്താ വേണ്ടേ? ഇങ്ങനെയുള്ള കാര്യത്തിന് നേതൃത്വം കൊടുക്ക, ആവശ്യത്തിന് സമയം ചെലവഴിക്കുക എന്നൊക്കെ പറഞ്ഞാല് ഹരിക്ക് അതിലും വലിയൊരു ത്രില്ലില്ല. സാധാരണ ഭർത്താക്കന്മാരൊരു കൃത്യത്തിന് തുനിഞ്ഞിറങ്ങിയ ഭാര്യമാർക്കും ചില പരാതികളുണ്ടാവും. പക്ഷെ ഇപ്പോ നിങ്ങളുടെ കാര്യത്തിൽ അതില്ല. ഇവിടെ ഹരി നടക്കുന്നതിന്റെ കൂടെ നിത്യയും ഉണ്ടല്ലോ. ഇതിലപ്പുറം എന്ത് വേണം? ഞങ്ങളെപ്പോഴും ഒന്നിച്ച് തന്നെ ഉണ്ടാവും. നാളെ പ്രത്യേകിച്ച് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂ, ഞാനത് ഉണ്ടാക്കി കൊണ്ടുവരാം. വേണ്ട, വല്ലപ്പോഴും ഒരിക്കൽ ഇതുപോലെ നല്ല ഭക്ഷണത്തിന്റെ സ്വാദ് മറക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും കൊണ്ടുവന്നാ മതി. അതാ സന്തോഷം. ഹലോ അമ്മാവ, ഞങ്ങളിവിടെ ഭാർഗവൻ സാറിന്റെ അടുത്തുണ്ട്. അതാ ഇറങ്ങാൻ തുടങ്ങുക. ശരി ശരി. എന്താണോ അമ്മാവന് അയാൾക്ക് തന്നെ ജീവനല്ലയോ? അയാളുടെ സംഭാഷണം കേട്ടാൽ തന്നെ അറിയാം. ജീവനാണ് സാർ. എനിക്കും തിരിച്ചും അങ്ങനെ തന്നെയാ. എന്താ പിന്നെ സാറ് കഴിക്ക, ഞങ്ങൾ ഇറങ്ങാം. ഹരി, ഒരു കാര്യം കൂടെ. ഇന്ന് രാവിലെ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി. ആൾക്കാർക്കൊക്കെ ഭയങ്കര അതിശയം. എന്താ ഭാർഗവൻ ചേട്ടാ പതിവില്ലാതെ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ മറുപടി എന്താ അറിയോ? ഞാൻ വീണ്ടും ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നെന്നാ. അതും നിങ്ങൾ രണ്ടുപേരും കാരണമെന്ന്. എന്നാ പിന്നെ മക്കൾ ഇറങ്ങിക്കോ, അമ്മാവൻ കാത്തിരിക്കുകയായിരിക്കും. എന്തായാലും സുജാതയെ നിത്യം കോടതി പോകാൻ തീരുമാനിച്ച കാര്യം നല്ലതാ. ഞാനും അതന്നെ രാമകൃഷ്ണേട്ടാ പറഞ്ഞോണ്ടിരിക്കുന്നു.
നമ്മളുമായി ഒരു ബന്ധമില്ലാത്തൊരു കേസാണെങ്കിലും ഇതിൽ അവനെ ശിക്ഷിക്കേണ്ടത് നമ്മുടെ കൂടി ആവശ്യം. ഇനി നമ്മൾ അവിടെ ചെല്ലുകയും അവന് ശിക്ഷ കിട്ടുകയും കൂടി ചെയ്താൽ കൊന്നതിന്റെ ശിക്ഷയായിട്ടല്ല, നമ്മൾ ശിക്ഷ വാങ്ങിച്ചു കൊടുത്തു എന്ന് അവൻ പറയും. അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ എവിടെ എത്തില്ല. കോടതിയുടെ ഉത്തരവ് പാലിക്കാതിരിക്കാനും പറ്റില്ല. സുജാത എന്തായാലും പോകാൻ തീരുമാനിച്ചല്ലോ. സുജാതയ്ക്ക് കോടതിയിൽ പോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ നിർബന്ധമായിട്ടും പോണമെന്ന് ഞാൻ തന്നെ പറഞ്ഞത്. രഘു സാറേ, സുജാതയെ നിത്യം കോടതി പോകുന്നത് ജീവനെ കാണാനൊന്നും അല്ലല്ലോ. പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ഇവരോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടാവും. അതിന് സുജാത സത്യസന്ധമായിട്ട് മറുപടി കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോ അതൊന്നും അല്ല രാമകൃഷ്ണന്റെ പ്രശ്നം. ഞാൻ പറഞ്ഞില്ലേ, റിട്ടയർമെന്റിന്റെ പേപ്പേഴ്സ് റെഡിയാക്കാൻ വേണ്ടി ഒരു യാത്ര പോകാനുണ്ടെന്ന്. എനിക്ക് പോകേണ്ടതും ഇവർക്ക് കോടതിയിൽ ഹാജരാവേണ്ടത് ഒരേ ദിവസം. അതിപ്പോ എന്താ ചെയ്യാ? അല്ല, ഇവര് കോടതിയിലോട്ട് പോകട്ടെ, ഇവരെ കൊണ്ടുപോകാൻ ഹരിയില്ലേ? രാമകൃഷ്ണേട്ടാ, പോണോ പോണ്ടോ എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഞാൻ ഇത്രയും നേരം വരെ. പക്ഷേ ഇപ്പൊ പോണോന്ന് തന്നെയാ തീരുമാനിച്ചത്. കോടതിയുടെ മുൻപിൽ ഒരു കൊലപാതകം മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ഒരു കുറ്റം മാത്രമല്ല അവൻ ചെയ്തത്. അവനെടുത്ത ജീവനുകൾ വേറെയുണ്ട്. അവന് ശിക്ഷ കിട്ടാതെ പോവരുത്. അതിന് നമ്മളിൽ നിന്ന് എന്ത് മറുപടിയാണോ വേണ്ടത് അത് നമ്മൾ കൊടുക്കണം. அம்மா, இது நித்யாவோட அப்பாவுக்கு நீதி கொடுக்கறதுக்கு உங்களுக்கு கிடைச்ச டைம் தான் அம்மா. இனி இந்த மாதிரி சான்ஸ் வராது அம்மா. நீங்க கண்டிப்பா போனம்மா. நித்யா எடுத்து பண்ணிதெல்லாம் கோடதி முன்னாடியே சொல்லணும். அந்த கொலைகாரனை வெറുതെ വിടக்கூடாதும்மா. സുജാതെ, നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും പോണം കേട്ടോ. തനിക്ക് കോടതി പോകാൻ പേടിയുണ്ടോ? വീണ്ടും ജീവന്റെ മുന്നിൽ പോയി നിൽക്കണ്ടേ? അതും ഇതെല്ലാം കഴിഞ്ഞിട്ട്. എനിക്ക് പേടിയില്ല ഹരി. അങ്ങനെ ഞാൻ പേടിക്കുമായിരുന്നെങ്കിൽ ഞാൻ ജയിലിൽ ചെന്ന് അയാളെ കാണുമായിരുന്നോ? നമ്മൾ തമ്മിൽ ഒന്നിച്ചു ചേരാൻ പോകുന്ന കാര്യം അയാളോട് പറയുമായിരുന്നോ? എനിക്കിപ്പോ ഒരു പേടിയുമില്ല. എന്തിനാ നമ്മൾ പേടിക്കുന്നത്? എപ്പോഴാ നമ്മൾ പേടിക്കുന്നത്?